ഇംഗ്ലണ്ടിലെ ക്രൈസ്തവ സഭകളെ ഓർത്ത് കരയുന്നവരോട് പോളണ്ടിലെയും ബംഗാളിലെയും കമ്മ്യൂണിസത്തിൻ്റെ കഥ സൊല്ലട്ടുമ. ലോകമെങ്ങും ദിവസേന എന്നോണം ചരിത്രത്തിലേക്ക് തിരോഭവിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷിന് കഴിഞ്ഞ ദിവസം ഒരു വെളിപാട് ഉണ്ടായിരിക്കുന്നു. ഇംഗ്ലണ്ടിൽ പള്ളികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്നും അവയിൽ പലതും ബിയർ പബ്ബുകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുമാണ് തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന പാർട്ടി അണികളോട് ഗോവിന്ദൻ മാഷ് വെളിപ്പെടുത്തിയ രഹസ്യം. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലണ്ട് സന്ദർശനത്തിലെ കാഴ്ചകൾ സഖാക്കളോട് വിശദീകരിക്കവെയാണ് കേരളത്തിൽ ഇതുവരെ ആർക്കും അറിയാത്ത ആ രഹസ്യം അദ്ദേഹം ഉറക്കെ പ്രഘോഷിച്ചത്. ഇംഗ്ലണ്ടുകാർ പള്ളിയിൽ പോകാറില്ലാത്തതിനാലാണ് പള്ളികൾ പബ്ബാക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. മാത്രമല്ല 6.5 കോടിക്ക് ഒരു പള്ളി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇംഗ്ലണ്ടിൽ കന്യാസ്ത്രീകളുടെ സേവനം തൊഴിൽ പോലെയാക്കിയെന്നും വൈദികർ ശമ്പള കൂടുതൽ ആവശ്യപ്പെട്ട് സമരം നടത്തുന്നു എന്നുമാണ് അദ്ദേഹം തൻ്റെ ഇംഗ്ലണ്ട് യാത്രയിൽ കണ്ടെത്തിയ മറ്റു ചില കണ്ടുപിടുത്തങ്ങൾ. പറയുന്നതിൽ ചിലത് ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ ചർച്ചിനെ കുറിച്ച് ആണെങ്കിലും കേട്ടിരിക്കുന്നവരെ ഹരം കൊള്ളിക്കുവാൻ ക്രൈസ്തവ സഭകളെ മൊത്തത്തിലാണ് പരിഹാസം. കേവലം 100 വർഷത്തിനുള്ളിൽ തന്നെ ലോകത്തു നിന്ന് തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നതും ഉത്തര കൊറിയ, ചൈന തുടങ്ങി അത്യപൂർവം രാജ്യങ്ങളിൽ മാത്രം ഈ കാലത്തിൽ കണ്ടുവരുന്നതായതുമായ ഇന്ത്യ മഹാരാജ്യത്തിൽ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിൽ മാത്രം അവശേഷിക്കുന്നതുമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് പരിഹസിക്കുന്നത് കഴിഞ്ഞ 2000 വർഷമായി കൊടുങ്കാറ്റുകളെയും തിരമാലകളെയും അതിജീവിച്ച ഒരു മതവിശ്വാസത്തെയാണ് എന്ന് മറന്നുപോകരുത്. സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ മറന്ന് തലയിൽ എണ്ണ തേക്കുന്ന മാഷിന് ഇന്ത്യയിലെ കമ്മ്യൂണിസത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ബംഗാളിലെ ഇന്നത്തെ അവസ്ഥ ഒന്ന് ഓർമ്മിപ്പിച്ചു തരാം. ബംഗാളിലെ CPM ഓഫീസുകൾ പാർട്ടിയിൽ ആളില്ലാത്തതുകൊണ്ട് പശുത്തൊഴുത്താക്കി മാറ്റുന്നതിനെക്കുറിച്ച് 2 വർഷം മുൻപ് വാർത്ത വന്നതാണ്. പശ്ചിമ ബംഗാളിലെ ബരാസത്തിലാണ് പാർട്ടി നേതാക്കളും അനുഭാവികളും തിരിഞ്ഞു നോക്കാനില്ലാതായതോടെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കാലിത്തൊഴുത്താക്കി മാറ്റിയത്. 4 പതിറ്റാണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച അവരുടെ ചെങ്കോട്ടയായിരുന്ന ബംഗാളിലെ CPM പാർട്ടി ഓഫീസുകളിൽ പലതും ഇപ്പോൾ ചാണകവും വൈക്കോലും നിറഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത്. ഒരു കാലത്ത് മാക്സിയൻ പ്രത്യയശാസ്ത്ര ഗീർവാണങ്ങൾ മുഴങ്ങിക്കേട്ട പാർട്ടി ഓഫീസ് മുറികളിൽ ഇപ്പോൾ നാട്ടുകാരുടെ പശുക്കളെ കെട്ടിയിരിക്കുകയാണ്. കെട്ടിടത്തിലെ പ്രധാന ഹാളിൽ വൈക്കോൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഉണക്ക ചാണകം കൂട്ടിയിട്ടിരിക്കുന്നത് ഇതേ ഹാളിൻ്റെ മറ്റൊരു മൂലയിലും. പശ്ചിമ ബംഗാളിലെ പ്രമുഖ CPM നേതാവായ മജീദ് അലി എന്ന മജീദ് മാസ്റ്ററുടെ ശക്തി കേന്ദ്രമായിരുന്ന സാസൻ മേഖലയിലാണ് ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉള്ളത്. ബംഗാളിലെ വേറെ ചില സ്ഥലങ്ങളിലാകട്ടെ ഇപ്പോൾ ഇറച്ചിക്കടകൾ പ്രവർത്തിക്കുന്നത് പഴയ പാർട്ടി ഓഫീസുകളിലാണ്. അണികളായ പാർട്ടി പ്രവർത്തകരും ഭാരവാഹികളും പട്ടിണി കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ ജീവിക്കാൻ വഴി തേടി കേരളമടക്കമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. ബംഗാളിൽ ചിലയിടങ്ങളിൽ CPMകാരൻ എന്ന് പറഞ്ഞാൽ ജീവന് തന്നെ ഭീഷണിയുള്ള അവസ്ഥയാണ്. അത്രയധികം ആ നാട്ടിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ വെറുത്തു കഴിഞ്ഞു. ഇത്തരത്തിൽ പരമഗതികേടിൻ്റെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തി വീണുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അവസാന ശേഷിപ്പിൻ്റെ അറ്റത്ത് നിന്ന് ക്രൈസ്തവീകതയെ പരിഹസിക്കുന്നത് തീർത്തും ആത്മഹത്യാപരമല്ലേ മാഷേ? ഇനി മാഷിന് ചില ലോക കാഴ്ചകൾ കൂടി കാണിച്ചു തരാം. ആദ്യം പോളണ്ട് എന്ന രാജ്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു തരാം. പതിറ്റാണ്ടുകളോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കി ഭരിച്ച രാജ്യമായിരുന്നു പോളണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ യാതനകൾ സഹിച്ച് മടുത്ത ജനം ഇന്ന് കമ്മ്യൂണിസത്തെ ആ രാജ്യത്തിൻ്റെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇന്ന് ലോകരാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന രാജ്യമാണ് പോളണ്ട്. ക്രിസ്തു വിശ്വാസത്തിനും മതാചാരങ്ങൾക്കും പ്രഥമ സ്ഥാനം നൽകുന്നവരാണ് അവിടുത്തെ ജനതയിൽ ഭൂരിപക്ഷവും. കമ്മ്യൂണിസം തകർന്നടിഞ്ഞ് അവിടെ ക്രൈസ്തവ വിശ്വാസം ശക്തി പ്രാപിച്ചതിന് ഇനി എത്ര ഉദാഹരണങ്ങൾ വേണം? സൂര്യൻ അസ്തമിക്കാത്തവണ്ണം പരന്നു കിടക്കുന്ന സോവിയറ്റ് റഷ്യ മുതൽ ഹംഗറി വരെ എണ്ണി പറയാൻ ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. ലോകത്ത് കമ്മ്യൂണിസം എന്ന നിരീശ്വര പ്രത്യയശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് എക്കാലത്തും വിലങ്ങുതടിയായി നിന്നിട്ടുള്ളത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ക്രൈസ്തവ സഭകളാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ ശൂന്യതയിലേക്ക് ചക്രശ്വാസം വലിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസത്തിന് ക്രൈസ്തവ വിശ്വാസത്തോട് എതിർപ്പും പുച്ഛവും തോന്നുന്നത് സ്വാഭാവികം. എന്നാൽ കേരളം പോലെ ക്രൈസ്തവ സമൂഹം ശക്തമായ ഒരു സംസ്ഥാനത്ത് ക്രൈസ്തവ വിശ്വാസത്തെ നേരിട്ട് ആക്രമിക്കാൻ ഭയമുള്ളതുകൊണ്ട്
ഒളിയമ്പ് തൊടുത്ത് വിശ്വാസികൾക്കിടയിൽ തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അപകർഷതാബോധമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ബോധപൂർവമായ ഇത്തരം പ്രസ്താവനകളിലൂടെ. ആഗോള വ്യാപകമായി ക്രൈസ്തവ സമൂഹം ഇപ്പോഴും വളർച്ചയുടെ പാതയിൽ തന്നെയാണ് എന്ന് അറിയാമായിരുന്നിട്ടും ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് വഴി ചിലരെ ഒന്ന് സുഖിപ്പിക്കുക എന്ന ലക്ഷ്യവും ഉണ്ടാകാം. കഴിഞ്ഞ 2000 വർഷങ്ങളിൽ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും കത്തോലിക്ക സഭ തകർന്നില്ലെന്ന് മാത്രമല്ല, സഭയെ തകർത്തെറിയാൻ ശ്രമിച്ച കമ്മ്യൂണിസത്തെ വേരോടെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്ന് പിഴുത് എറിയുകയും ചെയ്തു. സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുൻപ് ഗോർബച്ചേവിൻ്റെയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാതാവിൻ്റെ ഒരു ചിത്രത്തിന് മുൻപിൽ നടത്തിയ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസം തകർന്നടിഞ്ഞത്. ഇന്ന് ആ പ്രത്യയശാസ്ത്രം കേരളത്തിൽ മാത്രം കൈ ചുരുട്ടുവാനുള്ള വികാരമായി മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ക്രൈസ്തവ സഭകളുടെ തളർച്ചയെക്കുറിച്ച് പറഞ്ഞ് സ്വന്തം ദയനീയ മുഖം മറച്ചു പിടിക്കുകയല്ലേ ചെയ്യുന്നത്. റഷ്യയിലെയും പോളണ്ടിലെയും ജനങ്ങൾ പണ്ടേ തിരിച്ചറിഞ്ഞ ചില സത്യങ്ങൾ അല്പം വൈകിയാണെങ്കിലും ഇന്ത്യയിൽ ബംഗാളിലെയും ത്രിപുരയിലെയും ജനങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴിതാ കേരളത്തിലെ ജനങ്ങൾക്കും ആ വിവേകം ഉദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ തടയാൻ ഇംഗ്ലണ്ട് യാത്രാ വിവരണം കൊണ്ട് മാത്രം കഴിയില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ.